ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളും അതുപോലെ ഇലയും ഒക്കെ എടുത്തിട്ടുള്ള ഉച്ചയ്ക്കുള്ള ലഞ്ച് ആക്കുന്നതും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചാമയുടെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കട്ട വേണമെന്നുള്ളവർക്ക് കട്ട ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഈ വെയിലത്ത് അന്നന്ന് വിരിയുന്നത് എടുത്തില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളൊരു ചെറിയൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും കുറച്ച് ഉഴുന്നുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഉഴുന്നുകൂടി ഒന്ന് കളറ് മാറി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി. ഇപ്പോൾ ഇതേ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് സവോളയും കൂടെ ആയിപ്പോയി കേട്ടോ. സവോള ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാമ വെച്ചിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് നെയ്യ് ചേർക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ച് വേണ്ട, നെയ്യ് വേണ്ട, ആദ്യം എന്തായാലും എണ്ണയിൽ തന്നെ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ പോണേ. കാരണം കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. മറ്റേത് ചാമയ്ക്കുള്ളിൽ ഞാനിങ്ങനെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് സവോളയ്ക്ക് കുറച്ച് അതിനാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർക്കും. ഇതാണ് ഞാൻ ചാമ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ ഒരു വിസിൽ കേട്ടോ, ഒറ്റ വിസിൽ കേട്ടാൽ മതി. 1 കപ്പ് ചാമയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെച്ചത്. സവോള നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവോള മാത്രം വെച്ചിട്ടാക്കിയത്. ഇനി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചാമ കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഉപ്പുമാവ് റെഡിയായേ. മഞ്ഞപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഒരു മഞ്ഞ കളറും ഉണ്ട് കേട്ടോ. ക്യാരറ്റൊക്കെ കൂടി വരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ബീൻസോ അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാണാനും നല്ല ഭംഗിയായിരിക്കും. കഴിക്കാനിനി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കേട്ടോ, വളരെ കുറച്ച് മാത്രം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ നെയ്യ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ ഉപ്പുമാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കഴിച്ച് നോക്കാം കേട്ടോ. ഞാൻ നെയ്യ് ഒഴിച്ചത് കാരണം തന്നെ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പപ്പായ ജ്യൂസാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചിയുടെ അവിടെ നിന്ന് പപ്പായൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല തണുപ്പോടുകൂടി ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുടിക്കാമെന്ന് വിചാരിച്ച് കട്ടൻ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കട്ടനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവർക്കും ജ്യൂസ് ഉണ്ട് കേട്ടോ. ജ്യൂസ് വേണമെന്നുള്ളവർക്ക് ജ്യൂസും കട്ടൻ വേണമെന്നുള്ളവർക്ക് കട്ടനും. കപ്പളങ്ങ എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാനിതിങ്ങനെ കുടിക്കാറുണ്ട്. അപ്പോൾ അതേ ഉപ്പുമാവ് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്. ചാമ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല ഹെൽത്തിയാണിത്, കഴിക്കുന്നത് നല്ലതുമാണ്. അപ്പോൾ കഴിക്കട്ടെ, ജ്യൂസും കൂടി കുടിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഉപ്പുമാവൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള തോരൻ വയ്ക്കാനുള്ളത് ഇലയൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ പിടിച്ച് നിൽക്കുന്ന കുറച്ച് കോവയ്ക്ക് കേട്ടോ, മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പയറിൻ്റെ ഇല തോരൻ വയ്ക്കാനും കൂടെ എടുക്കട്ടെ. പയറിൻ്റെ ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ പയർ പിടിച്ച് തുടങ്ങുന്ന സമയം കൂടിയാണ്. അപ്പോൾ കുറച്ചുകൂടി കായകളുണ്ടാകുന്നത് കൂടും കേട്ടോ. കാരണം ഇല ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുമ്പോൾ കായകൾ കുറയും. അത് കാരണം ഞാനിങ്ങനെ ഇടയ്ക്ക് തോരൻ വയ്ക്കാനായിട്ട് എടുക്കാറുണ്ട്. വെറുതെ കട്ട് ചെയ്ത് കളയുന്നതിനേക്കാളും നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല ഇലയാണ് കേട്ടോ, ഇച്ചിരി വലിയ ഇലയാണ് ഈ പയറിൻ്റെത്. എവിടെ നോക്കിയാൽ നമുക്കിവിടെ പയർ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ 2 പയറുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഈ മെഷീന് മുകളിൽ കൂടി ഇത് ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമുക്കതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് അതിന് പടരാനുള്ള ഇതും കൂടെ കിട്ടും. വള്ളിയുണ്ട് കേട്ടോ, അപ്പോൾ അത് നോക്കി കട്ട് ചെയ്യണം. വള്ളിയിൽ തട്ടാണ്ട് ഇതുപോലെ ഇങ്ങനെ ഇലകൾ കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് ഇവിടേക്ക് ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയാണ് ഇലകൾ നിൽക്കുന്നത് കേട്ടോ. അതും കൂടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിനൊന്ന് പടരാനുള്ള ഇത് കിട്ടും. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഞെരുങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഇലകൾ. ഇത് നമ്മൾ സാധാ പയർ പോലെ അല്ല, ഇത്തിരി നല്ല വലിയ ഇലകളാണ് കേട്ടോ. വലിയ ഇലയുമാണ്, അതുപോലെ തന്നെ വലിയ പയറുമാണ്. നല്ല വലിയ പയർ അതിനകത്തുണ്ടാകുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ പയറും അതുപോലെ 2 പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് അവിടെ. ഇവിടെ ഒരു സാലഡ് കുക്കുംബർ നിൽപ്പുണ്ട് കേട്ടോ. അത് മേളിലേക്ക് പടർത്തി കയറ്റാനായിട്ട് ഞാനിങ്ങനെ നിർത്തിയിട്ടുണ്ട്.
നീണ്ടിട്ടുള്ളൊരു കുക്കുംബറാണ്. നമ്മളങ്ങനെ എപ്പോഴും കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ, ഒത്തിരി നല്ലതാണ്, നീളത്തിനുള്ളതാണ്. ഞാനൊരിക്കൽ ആന്ധ്രയിൽ പോയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സീഡ് കിട്ടിയപ്പോൾ ഞാനന്ന് വെറുതെ ഇട്ട് നോക്കിയതാണ്, പിടിക്കുമല്ലേന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ചെറിയ കായ ഉണ്ടായി തുടങ്ങിയിട്ട്. ഇനി കുറച്ച് പച്ചമുളക് കൂടെ എടുക്കട്ടെ. കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച പച്ചമുളകൊക്കെ തീർന്നു. അപ്പോൾ ഇനി ഇന്നത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക്, ഇവിടെ എല്ലാം പാകമായി നിൽപ്പുണ്ട് കേട്ടോ, നല്ല പാകമായി നിൽക്കുന്ന മുളകുകളാണ്. അപ്പോൾ അതുകൂടെ എടുക്കാം. മുളക് എടുക്കട്ടെ. ഇതിപ്പോൾ നിറയെ ഇങ്ങനെ കാച്ചി നിൽപ്പുണ്ട് കേട്ടോ, നല്ല സൈസിൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെയാണ് കേട്ടോ, നല്ല എരിയുള്ള മുളകാണ് ഇത്. ഇതുപോലെ എടുക്കട്ടെ. ഇവിടെ ആകെ ഒരു മൂന്ന് മുളകാണ് കേട്ടോ, 3-4 ചോടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലെല്ലാം മുളക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വീട്ടാവശ്യത്തിന് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. പുറത്തുനിന്ന് ഇപ്പോൾ മുളക് എടുപ്പില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ വരും. നമുക്ക് ആവശ്യമുള്ള മുളക് ഒരു ദിവസത്തേക്കുള്ളത് മാത്രം അന്നെന്നുള്ളത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ നമ്മുടെ ഒരു വയലറ്റ് കളർ കാന്താരി നിൽപ്പുണ്ട് കേട്ടോ, അത് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് ഞാൻ ഒരു ചാറ് കറി പോലെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാവേ. ഇതാണ് ആ മുളക് കേട്ടോ. ഇത് ഇപ്പോൾ ഇങ്ങനെ വാടി നിൽക്കുവാണ്, കാരണം ഇപ്പോഴത്തെ ഈ വെയിലത്ത് അതിങ്ങനെ വാടിയിട്ട് നിൽക്കുവാണ്. വൈകുന്നേരം ആകുമ്പോൾ നേരെ നിൽക്കും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ, നമ്മുടെ ഒരു കറിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളത്. ഇതുപോലെ നല്ല കളറാണ് കേട്ടോ, ഇതിങ്ങനെ പിടിച്ചിരിക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്. അപ്പുറത്ത് നമ്മുടെ ചെറിയൊരു പ്ലാവുണ്ട്, ആ പ്ലാവിൻ്റെ ഉള്ളിൽ ചക്കയുണ്ട് കേട്ടോ, ചെറിയ ചക്കയാണ്. അപ്പോൾ ഇടിച്ചക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അതും കൂടി എടുക്കാം. ചക്കയാണ്, തീരെ ചെറുതാണ് കേട്ടോ, അപ്പോൾ അത് മതി കേട്ടോ. അത് ചെറിയ ഒരു തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊരെണ്ണം മതി. കട്ട് ചെയ്യട്ടെ. ചെറിയൊരു ചക്കയാണ്, അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ട്. നല്ല പോലെയൊന്നും അല്ല കേട്ടോ, അത് നന്നായി പിടിച്ചു വന്നത്. പക്ഷേ ഞാനതിനിങ്ങനെ ഇലയൊക്കെ വെട്ടി അത് വൃത്തിക്ക് നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ ആ കൊലയും കൂടെ ഒടിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അത് അവിടെ നിർത്തിയിരിക്കുവാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഉണക്കമീൻ കറി വയ്ക്കുമ്പോഴൊക്കെ ഇച്ചിരി ചെന്ന് 2 കായൊക്കെ എടുക്കും, അത് കറി വയ്ക്കും, എന്നിട്ട് അതവിടെ നിർത്തിയിരിക്കുവാണ്. കുറച്ച് മുരിങ്ങയിലയും കൂടെ എടുക്കട്ടെ, ചാറ് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ തന്നെ ഒരു ചെറിയൊരു മുരിങ്ങയുണ്ട്. അപ്പോൾ വലിയ മുരിങ്ങയായിരുന്നു, അതിനെ വെട്ടിയിട്ട് അത് നന്നായിട്ട് കായൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അത് വെട്ടിയിട്ട് ഇലയ്ക്ക് വേണ്ടി മാത്രം നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ഇല മതി, ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് ചാമ്പയ്ക്ക് അത് ഇങ്ങനെ നിറയെ പിടിച്ച് പോകണ്ട കേട്ടോ. അതിൽ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കട്ടെ. ഇതുവരെയും കഴിച്ചില്ല കേട്ടോ. അത് പാകം ആയില്ല, നല്ലോണം ആയിട്ടില്ല. അവിടെ എടുക്കാം. മധുരം ഉണ്ട് കേട്ടോ, ചെറിയൊരു മധുരം. ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോകുമായിരിക്കും. ഇപ്പം നല്ല വേനലായത് കാരണം നല്ല മധുരമുണ്ട്. ഒരെണ്ണം കൂടെ എടുക്കട്ടെ. നേരത്തെ കഴിച്ചത് കുറച്ചുകൂടി നല്ല മധുരം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് പാകമായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അത്രയും വലിയ മധുരമില്ല, ചെറിയൊരു മധുരമേ ഉള്ളൂ. അപ്പോൾ ഇനി മുകളിൽ നമുക്ക് അഗസ്തിപ്പൂ പിടിച്ച് നിൽപ്പുണ്ട്, അപ്പോൾ അതും കൂടി എടുത്തിട്ട് വരാം. കുറച്ചേ ഉള്ളേ. അഗസ്തിപ്പൂവും കൂടെ എടുക്കട്ടെ. ഇവിടെ നമുക്ക് മുകളിൽ കയറി നിൽക്കുമ്പോൾ വേഗം എടുക്കാൻ പറ്റും കേട്ടോ. നല്ല വെയിലാണ്, അതുപോലെ തന്നെ ടൈല് നന്നായിട്ട് ചൂടായി കിടക്കണേ താഴെ, അത് കാരണം കാലൊക്കെ ചൂടാവുന്നുണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് പോട്ടെ. അഗസ്തിപ്പൂ ഇങ്ങനെ അന്നന്ന് വിരിയുന്നത് എടുത്തില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പൂത്തിങ്ങനെ വിരിഞ്ഞു പോകും കേട്ടോ. വിരിഞ്ഞു പോയാൽ പിന്നെ അത് കറി വയ്ക്കാനായിട്ട് അത്രയും ടേസ്റ്റ് കാണില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് കുറച്ചാണെങ്കിൽ പോലും ഇങ്ങനെ എടുക്കാറുണ്ട്, വേഗം എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ 2-3 ദിവസം ഇങ്ങനെ കയറി നോക്കിയില്ല. അതിങ്ങനെ 1-2 പൂക്കൾ മാത്രമേ താഴെ നിൽക്കുമ്പോൾ കാണുന്നുള്ളായിരുന്നു, അത് കാരണമാണ് കയറാതിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടോ, ഇതുപോലെ പൂത്ത് പോയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കറി വയ്ക്കാനായിട്ട് കുറച്ചുകൂടി നല്ലത്. ഇനി ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. മുരിങ്ങയിലയാണെങ്കിലും ചക്കയാണെങ്കിലും അതുപോലെ കോവയ്ക്കാണെങ്കിലും ഒക്കെ വീട്ടിലുള്ളതാണ്. പയറിൻ്റെ ഇലയും അതുപോലെ നമ്മുടെ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ അഗസ്തിപ്പൂ വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി. ഇതെല്ലാം തന്നെ വീട്ടിലുള്ളത് ഞാൻ എടുക്കുന്നത് കാണിച്ചില്ലേ, ആ ഒരു സംഭവം വെച്ചിട്ടൊക്കെയാണ് ഈ കറികളെല്ലാം ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കഴിക്കാനായിട്ട് പോവുകയാണ്. മുരിങ്ങയില കറി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തൈര് കൂടെ ചേർത്തിട്ട് ഒരു പുളിശ്ശേരി പോലെ, മോരൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് പോലെ അതുപോലെയാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കഴിക്കട്ടെ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഇത് നമ്മുടെ ടെറസിൻ്റെ മേളിലാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു, അത് കാരണം തന്നെ വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ച് ക്ലീനിങ്. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ സന്ധ്യയാവും, സൂര്യനൊക്കെ അസ്തമിക്കും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ലൈറ്റ് പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്.
സൂര്യാസ്തമയം ഇവിടെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും കേട്ടോ. അത് നല്ല കളറിലൊക്കെ, ഇന്നിപ്പോൾ അത്രയും കളറില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ആകാശം കാണാനായിട്ട്. അപ്പോൾ ഇനിതേ ഞാൻ തൂത്ത് ക്ലീൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ സമയം പോവും, സൂര്യാസ്തമിക്കും, എൻ്റെ ജോലി നടക്കത്തില്ല. ഒത്തിരി നാളുകളായി കേട്ടോ ഇപ്പോൾ ടെറസിൻ്റെ മേലേക്കൊക്കെ ഒന്ന് വന്നിട്ടും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടും ഒക്കെ ഒത്തിരി നാളായി. ഇതിൻ്റെ ഇടയിൽ 1-2 മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായലൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് ഒരു സൈഡിലേക്കൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്ക് ഞാനിവിടെ കണ്ടാലറിയാം അവിടെ പച്ചക്കറിയും ചെടിയും ഒക്കെ നട്ടിരുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കാട് പിടിച്ച് ആകെ നാശമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇനിയും ഇവിടെ ഞാൻ പച്ചക്കറിയൊക്കെ നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ കടുത്ത വേനൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഡ്രാഗൺ പ്ലാന്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. മഞ്ഞപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. എത്ര വെള്ളം കൊടുത്താലും അത് ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ നല്ല വെയിലുമാണ് ഇവിടെ അടിക്കുന്നത്. അത് കാരണം ഇതിപ്പോൾ ഒരു മഞ്ഞിച്ച് ആണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു കളറ് മാറും കേട്ടോ. നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും അന്തരീക്ഷം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പച്ചപ്പും വന്നോളും. ചീത്തയായി പോകത്തില്ലെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ക്ലീൻ ചെയ്യും. ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാനും ചിക്കും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാണാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കയറുമ്പോൾ മിക്കപ്പോഴും കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതുപോലെ ഒരെണ്ണം പോകുന്നുണ്ട്. ഞാനിനിയിപ്പോൾ ഇവിടെ തൂക്കുന്ന ചവറ് നമ്മളെന്തായാലും താഴേക്കൊന്നും എടുത്ത് കളയില്ല. കാരണം കരിയിലും പായലും ഒക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളൊരു സ്ഥലത്തേക്ക് ആക്കിയതിന് ശേഷം ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം വലിയ ചെടിച്ചട്ടി ഉണ്ടല്ലോ, ചെടിച്ചട്ടിക്കകത്തേക്ക് ഇത് ഫില്ല് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് ചെടിച്ചട്ടികൾ ഫില്ല് ചെയ്യാനുള്ള സംഭവം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കാരണം അത്രയ്ക്കും ഉണ്ട്, ഇലകളും ഉണ്ട്, ചവറും ഒക്കെ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം കൂടി ഫില്ല് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് നമ്മുടെ പൊട്ടുവെള്ളരിയുടെ സീഡുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഈ ഒരു ഏരിയയിൽ ഇതിങ്ങനെ പടർന്ന് പോയിട്ട് നമുക്ക് ഇവിടെ കൃഷി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എത്രത്തോളം അത് നന്നായി വരുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇത് അടുത്ത ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇത് അടുത്തത് കുറച്ച് സമയമാണല്ലോ കേട്ടോ. നേരത്തെ പോയിട്ട് ഇപ്പോൾ അടുത്തത് പോകുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ഇവിടെ കയറി നിൽക്കുമ്പോൾ അതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് 18 കിലോമീറ്ററാണ് എയർപോർട്ട് കേട്ടോ, ട്രിവാൻഡ്രം എയർപോർട്ട്. അതുകൊണ്ട് അടുത്തിങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ അടുത്തടുത്ത് കാണുന്നത് കൊണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, അതായിരിക്കും തോന്നുന്നത്. അടുത്തടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുറേ കിളികൾ ഇങ്ങനെ പോകുന്ന കാണാം. അങ്ങോട്ടൊക്കെ കുറേ അധികം ഇങ്ങനെ കിളികൾ പോകും. രാവിലെ ആണെങ്കിൽ തത്ത പോകുന്നതാണ് കേട്ടോ. തത്ത ശരിക്കും വരാറുണ്ട്. രാവിലെ ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് തത്ത ഇങ്ങനെ പറന്നു പോകുന്നതാണ്. ഇത് നമ്മളിങ്ങനെ ടെറസിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. കാരണം നമ്മുടെ ഫിഷ് ടാങ്കും അതുപോലെ തന്നെ റംബൂട്ടാനും ഒക്കെ ഇങ്ങനെ കാണാം. റംബൂട്ടാൻ്റെ കായകളൊക്കെ മുഴുവനായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ റംബൂട്ടാൻ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന സമയം ഒരു നല്ല രസമുള്ളൊരു കാഴ്ചയാണ്, നല്ല റെഡ് കളറിലാവുമ്പോൾ. ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴും നമുക്ക് മുന്തിരിയും റംബൂട്ടാനും ഒക്കെ കാണാൻ പറ്റും. മുന്തിരിയുടെ പന്തലും അതുപോലെ തന്നെ കോവൽ പടുത്തിയിരിക്കുന്നതും ചാമ്പ ഇപ്പം നന്നായിട്ട് കാച്ചു നിൽപ്പുണ്ട് കേട്ടോ. ചാമ്പയും അതുപോലെ തന്നെ പേരയും ഒക്കെ കാണാൻ പറ്റും. ഇത് നമ്മുടെ കിച്ചൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്കിങ്ങനെ കാപിടിച്ച് നിൽക്കുന്നത് താഴെ നിൽക്കുമ്പോൾ കാണില്ലല്ലോ. മുകളിൽ കയറി നിൽക്കുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും. ഇവിടെ 1-2 ചെടികളൊക്കെ ഞാൻ നേരത്തെ വച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ഗ്രീൻ നെറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്നതാണ്. ഇവിടെ ചെടിയൊക്കെ നടുവാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഒന്ന് വെയിലത്തുനിന്ന് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കൊണ്ടിട്ടിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആകെ പായലൊക്കെ പിടിച്ചിട്ട് കിടക്കുവാണ്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്താൽ ഞാൻ എന്തായാലും താഴേക്ക് കൊണ്ടുപോകുന്നില്ല. ഇവിടെ തന്നെ ഇട്ടിട്ട് നമുക്ക് പിന്നീട് ഇവിടെ കൃഷി ചെയ്യുവാണെങ്കിൽ ആ നെറ്റ് ഉപയോഗിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പാറും ചിക്കവും കൂടെ കട്ടനും ഇട്ട് അതുപോലെ തന്നെ പാസ്തയും കൂടെ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അവർ കഴിക്കുവാണ് കേട്ടോ. ഇനി ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടെ അവരുടെ കൂടെ കൂടും. ചിക്കൻ മസാല ഇട്ടൊക്കെയാണ് പാസ്ത ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാബേജൊക്കെ ഇട്ട് പാസ്ത ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. എങ്ങനെയുണ്ട്? വേറെ കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? നിങ്ങളാക്കിയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ഇത്രയും സ്ഥലം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അതെന്തായാലും ഒരു സ്ഥലത്തേക്ക് ആക്കി വെക്കാൻ പോവുകയാണ്. ആ ചവറെല്ലാം കൂടി ഞാനിവിടെ ഒരു സ്ഥലത്തേക്ക് ആക്കി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചിക്കു ചായയൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് ബാക്കിയും കൂടെ ക്ലീൻ ചെയ്യും. കട്ടൻ കുടിക്കട്ടെ.
ചിക്കു നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി ആക്കിയിട്ട് വന്ന് പാസ്ത കഴിക്കുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകും, കാരണം രണ്ടുപേരും അത്യാവശ്യം കുക്ക് ചെയ്യുന്നവരാണ് കേട്ടോ നന്നായിട്ട്. ചിക്കുനും അറിയാം, അതുപോലെ തന്നെ പാറുവിനും അറിയാം. പാറു ഇപ്പം നന്നായിട്ട് എല്ലാം പഠിച്ചല്ലേ പാറു? എല്ലാം പഠിച്ചതുകൊണ്ട് പാറുവിനും ഏകദേശമൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും തന്നെ ഇവിടെ നിന്ന് കളയുന്നില്ല, കാരണം നമ്മൾ മണ്ണുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് നടാനായിട്ട് പോകുമ്പോൾ ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ അതൊക്കെ ചെയ്യും കേട്ടോ. മഴ പെയ്യുവാണെങ്കിൽ അതുവഴി പൊക്കോളും. അവിടെയാണ് ഇത് ഹോളൊക്കെ അവിടെയാണ് കേട്ടോ, അപ്പോൾ അതുവഴി പൊക്കോളും. ഇവിടെ വലിയ ബുദ്ധിമുട്ട് വരില്ല. അങ്ങോട്ടാണ് ഒരു ചരിവും ഉള്ളത്, അത് കാരണമാണ് ഞാൻ ഇതിവിടെ കൂട്ടിയത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇങ്ങനെ കൃഷി ചെയ്യുന്നതൊക്കെ കാണിക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യാസ്തമയം കേട്ടോ. അത്രയും ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് കാണുമ്പോൾ. അത്രയും ഭംഗിയായിട്ട് ആ ഒരു റെഡ് കളറിൽ ഇങ്ങനെ ആ സൂര്യനെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതേ സൂര്യാസ്തമയമൊക്കെ ആവാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.